പായിൽ പൊതിഞ്ഞ മൃതദേഹം മൂലമറ്റം KCB കോളനിക്ക് സമീപം തേക്കിൻകാട്ടിൽ കണ്ടെത്തി. കാഞ്ഞാർ SI സൈജു P ബാബുവാണ് വിവരം കിട്ടിയതനുസരിച്ച് അത് കണ്ടെത്തിയത്. ഇതിനോടനുബന്ധിച്ച് തലേദിവസം രാത്രിയിൽ എരുമപ്ര എന്ന സ്ഥലത്ത് മേലുകാവിനടുത്ത് അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ലഭിച്ചു. രാത്രി 10:10 ശേഷം എരുമപ്രായിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ മൂലമറ്റത്തിനടുത്ത് ആണ് ഓട്ടം പോയത്. ഒരാൾ പൊക്കത്തില് പന്നിമാംസം അവരുടെ കയ്യിലുണ്ട്. ചെറിയൊരു പൊതി പന്നിമാംസം വേറെ. ഇത് ഏതെങ്കിലും വനത്തിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഓട്ടം പിടിച്ചത്. അങ്ങനെ എരുമപ്രായിൽ നിന്ന് രാത്രി ഓട്ടോയിൽ കയറ്റി ഈ പന്നിമാംസം മൂലമറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവര് ആ തേക്കും കൂപ്പില് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ KSEB ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തുള്ള തേക്കും കൂപ്പില് അവർ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് ഓട്ടം കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. ഓട്ടോ ഡ്രൈവർക്ക് ഒരു സംശയം, ഇത് പന്നിമാംസമാണോ? ഒരാൾ പൊക്കത്തിൽ ഇത്ര നീളത്തിൽ എങ്ങനെയാ പന്നിമാംസം വരുന്നത്? സംശയമായി. എന്തായാലും ആ ഓട്ടോ ഡ്രൈവർ തൻ്റെ പിതാവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് പേടിയാവുന്നു, എനിക്ക് സംശയമാണ്, അത് പന്നിമാംസമാണെന്ന് തോന്നുന്നില്ല, ചെറിയൊരു പൊതി കയ്യിലുണ്ട്, അത് പന്നിമാംസമാണെന്ന് പറഞ്ഞു. ഏതായാലും ചീഞ്ഞഴുകിയ ഇലയിൽ ആണ് മണമുണ്ടായിരുന്നു. ഏതായാലും പിതാവ് കാഞ്ഞാർ SI ബൈജു ബാബുവിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒരു സംശയമാണ്, സാധനം കൊണ്ടുപോയി പന്നിമാംസം എല്ലാം കൂടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മൂലമറ്റത്തെ തേക്കുംകാട്ടിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ അദ്ദേഹം അവിടെ വന്നു അന്വേഷണം നടത്തി. പന്നിമാംസം ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് പൊതിഞ്ഞാണ് കാണപ്പെട്ടത്. പൊതിയഴിച്ചു നോക്കി, കാലുള്ള പന്നിമാംസം, മനുഷ്യക്കാലുള്ള പന്നിമാംസം, അതൊരു മനുഷ്യന്റെ രൂപമായിരുന്നു. ഒരു കയ്യ് വെട്ടി മാറ്റിയിട്ടുണ്ട്. അത് ചെറിയൊരു പൊതിയായിട്ട് നേരത്തെ പറഞ്ഞത് അത് കാണപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം. ഏതായാലും മേലുകാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ്, ഒരാളെ കാണാതെ പോയി, സാജൻ ഷാമുവൽ എന്ന് പറഞ്ഞ ആളെ കാണാതെ പോയെന്ന് പറഞ്ഞ ഒരു മിസ്സിംഗ് കേസ് അവിടെ എടുത്തിട്ടുണ്ട്. സാജൻ ഷാമുവൽ എന്ന് പറയുന്ന ആള്, അയാളൊരു ഗുണ്ടയാണ്, ധാരാളം കേസുകളിലുണ്ട്. അയാളെ കാണാതെ പോയെന്ന് പറഞ്ഞാണ് അവിടെ ഒരു കേസ്, അവിടെ ഒരു FIR എടുത്തിരിക്കുന്നത്. മെയിൻ മിസ്സിംഗ് ആണ്. പോലീസ് ആക്ട് പ്രകാരം ആണ് കേസ് എടുത്തിരിക്കുന്നത്. BNS പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് 2-3 ദിവസം കൊണ്ട് ഇയാളെ അന്വേഷിക്കുകയായിരുന്നു. ഇപ്പം 30-ാം തീയതി രാത്രിയിലാണ് ഈ ഓട്ടം വന്നത്. അതിൻ്റെ തലേദിവസം 29-ാം തീയതി ആളെ കാണില്ല എന്ന് പറഞ്ഞ് മേലുകാവ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. സാജൻ സാമുവൽ എന്ന് പറഞ്ഞ ആള് നാട്ടുകാർക്ക് വലിയ പേടിയുള്ള ആളാണ്. 3 ജില്ലയിൽ ഇയാളെ പറ്റി അറിയാം, പലർക്കും അറിയാം. ഒരു കൊലക്കേസ് പ്രതിയാണ്. കൊലക്കേസിന് അനുബന്ധമായി അതുപോലെ തന്നെ പല കേസുകളിലും ഇയാൾ പ്രതികളാണ്. ഇയാൾക്ക് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, അതുപോലെ തന്നെ തൊടുപുഴ, കാഞ്ഞാറിലെ ഒക്കെ കേസുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടം കേസുണ്ട്. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പിറവം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കേസുണ്ട്. 30ഓളം കേസിലെ പ്രതിയാണ്. അയാളാണ് ഈ ചത്ത് കിടക്കുന്ന ഈ പന്നിമാംസം എന്ന് പറഞ്ഞ് കൊണ്ട് തട്ടിയത് എന്നാണ് കരുതുന്നത്. ഏതായാലും 4-5 ദിവസം പഴക്കമുള്ളതുകൊണ്ട് പോലീസിന് DNA പരിശോധന നടത്തേണ്ടി വരും. എങ്കിലും ഇയാളെ സംബന്ധിക്കുന്ന വളരെയധികം കേസുകളും വളരെയധികം ചരിത്രങ്ങളും ഉണ്ട്. 2022 ഇയാള് മുട്ടം ബാറിൽ ഒരു കത്തിക്കുത്ത് നടത്തി. അതിന് കേസ് ഇപ്പം ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുട്ടം കോടതിയിൽ ഇയാൾ വരും. അയാള് മുട്ടം ബാറിലെ ഈ കത്തിക്കുത്തിന് അതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. വീണ്ടും ആ ബാറിൽ വന്ന് വെള്ളം അടിച്ചു. അങ്ങനെ ഒരു കാറിലാണ് വന്നത്. കാറ് റോഡിലിട്ടു. പക്ഷെ മാർക്ക് തടസ്സം ഉണ്ടായി. നാട്ടുകാരിടപെട്ടു.
ആരാണ് ഈ ഗുണ്ടയാണെന്ന് അവർക്കറിയില്ല. കാറെടുത്ത് മാറ്റടാന്ന് പറയും നാട്ടുകാർ, പ്രശ്നം ഉണ്ടാക്കി. ഇയാൾ ഒറ്റയ്ക്ക് അത് നേരിട്ടു എന്നുള്ളതാണ്. ഇയാള് കാറ് സ്റ്റാർട്ട് ചെയ്ത് ആ തടസ്സം നിന്ന ആളുടെ ദേഹത്തിട്ട് കയറ്റാൻ ശ്രമിച്ച എല്ലാവരും ഓടി. ഇയാൾ കാർ നിർത്തി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വീണ്ടും സമീപിച്ചു. അന്നേരം കാറിനകത്തിരുന്ന് തോക്കെടുത്ത് അവരെ നേരെ വെടിവെച്ചു. ആൾക്കാർ ചിതറി ഓടി. ഇതാണ് പുള്ളിയുടെ പൂർവ്വ ചരിത്രം. എന്തും ചെയ്യും, ഗുണ്ടയാണ്. അത് തന്നെയല്ല, ഇയാളെ കാപ്പ ചുമത്തിയിട്ടുണ്ട് 2022 മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. കത്തിക്കുത്ത് മാത്രമല്ല, ഈ വെടിവെക്കാനായിട്ട് ഒക്കെ ശ്രമിച്ചു, ആൾക്കാരെ കാറ് കയറ്റാൻ ശ്രമിച്ചെങ്കിൽ അതിന് ഒരു കേസുമില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഭയമാണ് ഇയാളെ. അതുകൊണ്ട് ആരും മുന്നോട്ട് വന്നില്ല. പിന്നെ ഇയാളുടെ കത്തിക്ക് ഇരയാകുമെന്ന് അവർക്കറിയാം. ഏതായാലും കാറിനുള്ളിൽ നിന്ന് നാട്ടുകാരെ വെടിവെച്ച ധീരനാണ്. പക്ഷെ ഇപ്പോഴേ ഇയാളാണ് ഈ പായ്ക്കകത്ത് പന്നിമാംസം എന്ന് പറഞ്ഞ് കൊണ്ട തട്ടിയ വ്യക്തി എന്ന് പോലീസും നാട്ടുകാരും സംശയിക്കുന്നു. ഇയാളുടെ തലയിൽ ഉച്ചയിൽ വലിയ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്. അതുപോലെ തന്നെ തലയുടെ വലതുവശത്തും ആഴത്തിലുള്ള മുറിവുണ്ട്. മാരകമായ പരിക്ക് തന്നെ, അത് തന്നെ മരണകാരണം. ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ ശേഷമാണ് അടുത്ത ദിവസം 30-ാം തീയതി രാത്രി, അപ്പം തന്നെ 2 ദിവസം പഴക്കമുണ്ട് ബോഡിക്ക്, അവിടെ കൊണ്ട് നിക്ഷേപിച്ചത്. പോലീസ് വന്നെത്തിക്കഴിഞ്ഞപ്പോൾ 3 ദിവസമായി. പോസ്റ്റ്മോർട്ടം ഒക്കെ ചിലപ്പോൾ 4-ാം ദിവസമാണ് അത് പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറയേണ്ടി വരും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ 3 ജില്ലയിൽ ടെററായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4-5 പേര് ഇപ്പം പോലീസ് കസ്റ്റഡിയിലുണ്ട്. കാഞ്ഞാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 8-10 പേര് വേറെ ഉണ്ട്. ഈ ഗുണ്ടയെ മറ്റു ചില ഗുണ്ടകളും മറ്റു ആൾക്കാരും ചേർന്ന് വകവരുത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും ഒരു ഗുണ്ടയുടെ അന്ത്യമായിട്ട് നമ്മൾ കരുതണം. അവര് ഈ KSEBയുടെ സ്ഥലത്ത് വളരെ വിജനമാണ് ആ തേക്കൻകാട്. അവിടെ കൊണ്ടുപോയി ഇയാളെ കുഴിയെടുത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നേക്കുമായി ആ ബോഡി മണ്ണിലടിഞ്ഞു പോകും. ഈ ഗുണ്ട ഷാജൻ സാമുവൽ എന്ന് പറഞ്ഞ ആളെ പറ്റി യാതൊരു വിവരം പിന്നെ ഉണ്ടാവില്ല. അയാൾ അന്തരീക്ഷത്തിൽ മണ്ണിൽ ലയിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ഓട്ടോ ഡ്രൈവറെ അഭിനന്ദിക്കുന്നു. ഓട്ടോ ഡ്രൈവറെ പിതാവാണ്. സമയത്ത് ആ വിവരം മകൻ പറഞ്ഞതോടുകൂടി ഭയപ്പെട്ട് പേടിച്ച് അദ്ദേഹത്തിന് പരിചയമുള്ള കാഞ്ഞാർ SIയെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. രാത്രി തന്നെ അറിയിച്ചിരിക്കാം. ഏതായാലും രാവിലെ 9:30 പുള്ളി വന്നു. ആ സ്ഥലം പരിശോധിച്ചു, ബോഡി കണ്ടെത്തി. അതൊരു പന്നിയുടെ മാംസമല്ല, ചീഞ്ഞഴുകിയ മാംസമല്ല, അത് മനുഷ്യന്റെ മാംസമാണ് കണ്ടത്. പക്ഷെ ഒരു കൈ പോയി. ഒരു കൈ എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസും പോലീസ് ഡോഗും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ആളുടെ ഫിംഗർ പ്രിന്റ് എടുക്കും, അയാളുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കും, പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇയാളുടെ DNA പരിശോധിച്ചെങ്കിൽ മാത്രമേ പോലീസിന് ഇത് മേലുകാവിലുള്ള ഷാജൻ സാമുവൽ തന്നെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും ഒരു ഗുണ്ടയുടെ അന്ത്യം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു. ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പലരും ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട്, അപ്രത്യക്ഷമായിട്ടുണ്ട്. ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവര്. പലരെ പറ്റിയും വിവരങ്ങളില്ല. ഇതുപോലെ ചെയ്ത് എവിടെയെങ്കിലും മൃതദേഹം ഒതുക്കി പിന്നീട് കൊണ്ടുപോയി അവരുടെ സൗകര്യാർത്ഥമുള്ള കാട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ നിന്നുള്ള വിവരം ചോർന്ന് കിട്ടിയില്ലെങ്കിൽ എന്നേക്കുമായി അതുപോലെയുള്ള ഗുണ്ടകളോ അതുപോലെയുള്ള ആൾക്കാരോ ഒരു വിവരവും തരാതെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി നമ്മൾ കണക്കാക്കേണ്ടി വരും.